ഹലോ, സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയാവോ? ഹലോ, ക്ലാസ് കേൾക്കുന്നില്ലേ? സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടോ? ഒന്ന് പറയാവോ ആരെങ്കിലും? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. നമ്മുടെ സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് നമുക്കറിയാം, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആരായിരിക്കും? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതേപോലെ തന്നെ മുഖ്യമന്ത്രി. ഈ 4 ആൾക്കാരാണ് നമുക്ക് ഓപ്ഷൻസിലുള്ളത്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് നമ്മുടെ ഈ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാരെ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമന്ത്രി അല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല, മുഖ്യമന്ത്രി അല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവരെ നിയമിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, വ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഭരണ വ്യവസ്ഥ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോ നമുക്ക് നോക്കിയാൽ അറിയാം, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. രാജവാഴ്ചയുണ്ട്, കുലീനാധിപത്യമുണ്ട്, സമഗ്രാധിപത്യമുണ്ട്, അതേപോലെ തന്നെ ജനാധിപത്യം. നമുക്കറിയാലോ, ഓരോ വ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് ഭരണവ്യവസ്ഥയിലായിരിക്കും? എന്തായിരിക്കും? നമ്മുടെ ജനാധിപത്യത്തിലാണ് അല്ലെ. ഇപ്പൊ മൊണാർക്കിയിൽ എന്ന് പറയുന്ന സമയത്ത് രാജാവിനാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത്. ടോട്ടാലിറ്റേറിയനിസം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വേച്ഛാധിപതി ഉണ്ടാവും, അവരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ ജനാധിപത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പറ്റുന്ന ഒരാളെ നമ്മൾ ഇലക്ഷനിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, അവര് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു. അതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അടുത്ത ഒരു ചോദ്യമാണ്, ട്രാൻസ്പെറന്റ് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്. സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നമ്മുടെ പെഡഗോജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ട്രാൻസ്പെറന്റ് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് ഏതിലാണ്? അതായത് ഓവർ ഹെഡ് പ്രൊജക്ടറിലാണോ, ഒപെക് പ്രൊജക്ടറിലാണോ, സ്ലൈഡ് പ്രൊജക്ടറിലാണോ, അല്ലെങ്കിൽ LCD പ്രൊജക്ടറിലാണോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് കാണുന്നത്. അപ്പൊ ട്രാൻസ്പെറന്റ് ഷീറ്റുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ്, ഓവർ ഹെഡ് പ്രൊജക്ടറിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, പാഠ്യപദ്ധതിയിൽ കാലഗണനയ്ക്ക് പ്രാധാന്യമുള്ളത്. അതായത് നമ്മുടെ ക്രോണോളജി ഉണ്ടല്ലോ, നമ്മുടെ കരിക്കുലത്തിൽ നമ്മൾ ക്രോണോളജി വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലാണോ, ചരിത്രത്തിലാണോ, ഭൂമി ശാസ്ത്രത്തിലാണോ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യോളജിയിലാണോ എന്നാണ് ചോദ്യം. ഏതായിരിക്കും? നമുക്കറിയാം, ക്രോണോളജി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് ഏതിനാണ്? ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ചരിത്രത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ക്രോണോളജി ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. സമരാത്ര ദിനങ്ങളെ സൂചിപ്പിക്കുന്ന ജോഡി ഏത്? അതായത് ഏതോ 2 ദിവസങ്ങളെ നമ്മൾ സമരാത്ര ദിനമായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇക്വിനോക്സസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് മാർച്ച് 21 ജൂൺ 21 ആണോ? ഓപ്ഷൻ ബി ജൂൺ 21 സെപ്റ്റംബർ 23 ആണോ? ഓപ്ഷൻ സി സെപ്റ്റംബർ 23 ഡിസംബർ 22 ആണോ? അതേപോലെ തന്നെ ലാസ്റ്റത്തെ ഓപ്ഷൻ ആണ് മാർച്ച് 21 സെപ്റ്റംബർ 23. ഇതില് ഏതാണ് നമ്മുടെ സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സസ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഏത് ഡേറ്റ് ആണ്? നമുക്ക് അറിയാം, ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ മാർച്ച് 21 അതേപോലെ തന്നെ സെപ്റ്റംബർ 23 ആണ് നമ്മുടെ സമരാത്ര ദിനങ്ങളെ സൂചിപ്പിക്കുന്നത്, അതായത് നമ്മുടെ ഇക്വിനോക്സസിനെ കാണിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും
കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ മധ്യരേഖക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇക്വേറ്ററിന് നേർ മുകളിലാകുന്നത് 2 ദിവസങ്ങളിലാണ്. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള മാർച്ച് 21 അതേപോലെ തന്നെ സെപ്റ്റംബർ 23 എന്നുള്ള 2 ദിനങ്ങളിലാണ്. അപ്പൊ ഈ ദിനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമരാത്ര ദിനങ്ങൾ, അതായത് രാത്രിയും പകലും കറക്റ്റ് ആയിരിക്കും. അതായത് 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലും കറക്റ്റ് ആയിരിക്കും ഈ സമരാത്ര ദിനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെപ്റ്റംബർ 23 മാർച്ച് 21 ഇത് സംഭവിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നതാണ്, എന്നാണ് ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോൾസ്റ്റൈസ് എന്നാണെന്ന് ചോദിക്കാറുണ്ട്. ജൂൺ 21 അതേപോലെ ചോദിക്കുന്ന മറ്റൊന്നാണ് ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോൾസ്റ്റൈസ് എന്നാണെന്ന് ചോദിക്കാറുണ്ട്. ഡിസംബർ 22 എന്ത് ചെയ്യുന്നത്, നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടി എവിടെയാണ് എന്നാണ് ചോദ്യം. ഏതാണ് നല്ല എവിടെയാണ്, അതായത് തമിഴ്നാട്ടിലാണോ, കേരളത്തിലാണോ, കർണാടകയിലാണോ, ആന്ധ്രാപ്രദേശിലാണോ? അതായത് ഈ സ്ഥലങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളെല്ലാം നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യയിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് പീക്ക് അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇതിൽ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ ബി ആണ്, കേരളത്തിലാണ്. അപ്പൊ കേരളത്തിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള ആനമുടിയാണ് എന്ത്, നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് പറയുന്നത് ഇടുക്കിയിലെ ആനമുടിയാണ് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമാണ്. ഈ ചോദ്യം നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഹു ഈസ് ദി ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇപ്പോ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ പഠിപ്പിച്ച സമയത്ത് കുറെ പ്രാവശ്യം ക്ലാസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പേരാണ് ഇദ്ദേഹത്തിൻ്റെത്. അപ്പോ ഇതില് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ MS സ്വാമിനാഥൻ ആണെന്ത്, നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ നമ്മുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഇനി വൈറ്റ് റെവല്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ വർഗീസ് കുര്യൻ, ഓപ്ഷൻ എ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രതിശീർഷ വരുമാനം അർത്ഥമാക്കുന്നത് അഥവാ പെർ ക്യാപിറ്റ ഇൻകം മീൻസ്, അതായത് മൊത്ത വരുമാനമാണോ, അതായത് ആഗ്രിഗേറ്റ് ഇൻകം ആണോ? ഓപ്ഷൻ ബി ആകെ വരുമാനം, ടോട്ടൽ ഇൻകത്തെയാണോ കാണിക്കുന്നത്? ശരാശരി വ്യക്തിഗത വരുമാനം, അതായത് ഒരാളുടെ ആവറേജ് ഇൻകം ആണോ? അല്ലെങ്കിൽ ഓപ്ഷൻ ഡി വിദേശ വരുമാനം, ഫോറിൻ ഇൻകം ആണോ? ഇതിലേതാണ് പ്രതിശീർഷ വരുമാനം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു ഈ പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് എങ്ങനെയാ കാണാൻ പറ്റുക? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. ഇത് വെച്ചാണല്ലേ നമ്മൾ കാണുന്നത്, നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം കാണുന്നത്. അപ്പോ നമുക്ക് ദേശീയ വരുമാനത്തെ നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾ എത്ര ജനസംഖ്യ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. അപ്പൊ ഇതിലൂടെ കിട്ടുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ഏത് ഇൻകത്തെയാണ് കാണിക്കുന്നത് എന്നാണ്. അത് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണുമ്പം അത് മൊത്ത വരുമാനമാണോ? അല്ല. അതേപോലെ തന്നെ ആകെ വരുമാനവുമല്ല. ഫോറിൻ ഇൻകം ആണ്, നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെതാണ് കാണുന്നത്, അതുകൊണ്ട് അതൊരു വിദേശ വരുമാനമല്ല. ഇത് ഏതാണ്? നമ്മുടെ ആവറേജ് ഇൻഡിവിജ്വൽ ഇൻകം. അതായത് ഇതിന്റെ ഒരു പ്രശ്നവും അത് തന്നെയാണ്. അതായത് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ശരാശരിയെ മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്താ, ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങൾക്കും ഏകദേശം നമുക്ക് 500 രൂപയാണ് കിട്ടുന്നത്. ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 500 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും 500 രൂപയാണ് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോപ്പുലേഷനിൽ നമുക്കറിയാം ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഈ പോപ്പുലേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പക്ഷെ ഓരോരുത്തരുടെയും വ്യക്തിഗത വരുമാനം അല്ലെങ്കിൽ ഓരോരുത്തർക്കും ശരാശരി കിട്ടുന്നതായിരിക്കും. ഇപ്പൊ കുട്ടികളായാലും പ്രായമുള്ളവരായാലും ഒന്നും ചിലപ്പോൾ അവർക്ക് ഇൻകം കിട്ടുന്നുണ്ടാവില്ല അല്ലെ. പക്ഷെ ഇത് പെർ ക്യാപിറ്റ ഇൻകം എപ്പോഴും ഒരു ആവറേജ് മാത്രം, ഒരു വ്യക്തിഗത വരുമാനം, അതായത് ഒരു റിയൽ ഇൻകത്തെ അല്ല എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്, ഇത് ശരാശരി മാത്രമാണ്. ഇതാണ് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ ഒരു പ്രശ്നവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്,
താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണവും ശേഖരണവുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കണക്റ്റഡ് വിത്ത് ദി പ്രൊക്യൂർമെന്റ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻ ഇന്ത്യ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. FCI ഉണ്ട്, SBI ഉണ്ട്, IFSCI ഉണ്ട്, നോൺ ഓഫ് ദി എബവ് ഉണ്ട്. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നോൺ ഓഫ് ദി എബവ് ആയിരിക്കില്ല അല്ലെ? നോൺ ഓഫ് ദി എബവ് ആയിരിക്കില്ല. പിന്നെ SBI അതൊരു ബാങ്ക് ആണെന്ന് നമുക്കറിയാം അല്ലെ? ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുന്നതൊന്നായിട്ട് അവർക്ക് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ല. പിന്നെ നമുക്കുള്ളത് FCIയും അതേപോലെ തന്നെ IFCIയും ആണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, നമുക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് FCI അല്ലെങ്കിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കർഷകരിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളെ സംഭരിച്ച് അത് ശേഖരിച്ച് വെച്ച് നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമിലെ നമ്മുടെ റേഷൻ കടകൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ FCI ആണ്. അപ്പോ ഈ FCI ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് FCI ആണ്. മാറിപ്പോവരുത് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം. ഇന്ത്യൻ സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തേത് ആരായിരുന്നു? അതായത് നമ്മൾ ഇന്നലെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയില് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് ആരാണ്? അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിച്ചിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ സ്വാമി ദയാനന്ദ സരസ്വതി ഉണ്ട്, രാജാറാം മോഹൻ റോയ് ഉണ്ട്, ജ്യോതിബാഹു ഫുലെ ഉണ്ട്, അതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ഉണ്ട് അല്ലെ? അപ്പോ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് ആരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടില്ല ആദ്യം തുടങ്ങിയത് ഇദ്ദേഹമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ? പിന്നെ ജ്യോതിബ ഫുലേനെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്, അവരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി നമുക്കുള്ളത് ഓപ്ഷൻ എ ആയിട്ടുള്ള സ്വാമി ദയാനന്ദ സരസ്വതിയും അതേപോലെ തന്നെ രാജാറാം മോഹൻ റോയും ആണുള്ളത്. അപ്പോ ഓപ്ഷൻ എ ആണോ ബി ആയിരിക്കോ? ആദ്യമായിട്ട് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് ആധുനിക എന്താ പറയാ സാമൂഹ്യ പരിഷ്കർത്താക്കള് ഓപ്ഷൻ ബി ആണ് കേട്ടോ. രാജാറാം മോഹൻ റോയ് ആണ് നമുക്ക് ഇവിടെ കാര്യമായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. രാജാറാം മോഹൻ റോയ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതേപോലെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹത്തെയാണ്. പിന്നെ സതി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു. ആ സതിയെ നിർത്തലാക്കിയത് ഇദ്ദേഹമാണ്, രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ തന്നെ 1828 ബ്രഹ്മസഭ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ പേര് ബ്രഹ്മസമാജം. നമ്മൾ ബ്രഹ്മസമാജം എന്ന് പഠിച്ചാൽ മതി. അപ്പോ രാജാറാം മോഹൻ റോയെ കുറിച്ചിട്ട് ബ്രഹ്മസമാജത്തെ കുറിച്ചൊരു ചോദ്യം വരാം, അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ ഇതിൽ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് ആര്യ സമാജം എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം എന്ത് ചെയ്യാം? ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യം, ഇത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഒരുപാട് ഉപകരണങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ നോക്കിയ ചോദ്യം എന്ന് പറയുന്നത് ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കാൻ കഴിയുന്നത്. ഹൈഗ്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ വിൻഡ് ഡയറക്ഷൻ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വിൻഡ് വെലോസിറ്റി, ഹ്യൂമിഡിറ്റി. ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം അല്ലെ? അപ്പോ ഏതായിരിക്കും? കാറ്റിന്റെ ദിശയാണെങ്കിലും കാറ്റിന്റെ വേഗതയാണെങ്കിലും അന്തരീക്ഷ മർദ്ദമാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അന്തരീക്ഷ മർദ്ദമാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ഏതുപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും? ഓർമ്മയുണ്ടോ? നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈഗ്രോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് ആർദ്രതയെ, ഹ്യൂമിഡിറ്റിയെ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ, ഹൈഗ്രോമീറ്റർ. ഇനി അടുത്തൊരു ചോദ്യം. ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? The ruler of Travancore who declared the temple entry proclamation in 1936. ശ്രീ ചിത്ര തിരുനാൾ, ശ്രീ മൂലം തിരുനാൾ, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ. അപ്പൊ ഇതിൽ ആരാണ്
ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെങ്കിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, മാറിപ്പോവരുത്. ശ്രീ ചിത്തിര തിരുനാളാണ് ഈ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പ്രതിരോധിച്ചത് എന്നായിരുന്നു? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കുറെ അധികം എന്താ പറയാ ട്രൈബൽ ആയിട്ടുള്ള ആളുകൾ, ട്രൈബൽ ഗ്രൂപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് സാന്താൾ കലാപം എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1857 ആണോ, 1855 ആണോ, 1812 ആണോ, 1859 ആണോ എന്നാണ് ചോദ്യം. 1857 ഏതായിരുന്നു? നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശിപായി ലഹളയെ കുറിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1855 സാന്താൾ കലാപം നടക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1855-56 കാലഘട്ടത്തിൽ ഇന്നത്തെ ജാർഖണ്ഡ്, ബംഗാൾ മേഖലയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിച്ചമർത്തൽ നയങ്ങൾക്കും ജമീന്ദാർമാരുടെ ചൂഷണങ്ങൾക്കുമെതിരെ സാന്താൾ ആദിവാസികളെ നടത്തിയ ധീരമായ കലാപമാണെന്ത്? നമ്മുടെ സാന്താൾ കലാപം എന്ന് പറയുന്നത്. സാന്താൾ വിഭാഗത്തിൽപ്പെടുന്ന, ആദിവാസി ഗ്രൂപ്പിൽപ്പെടുന്ന ഇവരാണിത് നടത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് സിന്ധു കാൻഹു എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോ ഇവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പക്ഷെ വളരെ നല്ല രീതിയിൽ ഇവര് ധീരമായിട്ട് ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ബ്രിട്ടീഷുകാർ അവരെ അവസാനം അടിച്ചമർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലും അവരുടെ ഭാഗത്തു നിന്ന് അത്രയും എന്താ പറയാ, അന്നത്തെ കാലത്ത് ഇതേപോലുള്ള ഒരു കലാപം നടത്തിയത് വളരെ അവർക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാണ്, അവരെ അടിച്ചമർത്തുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവര് തിരിച്ച് പ്രതികരിച്ചിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ നാണയങ്ങൾ അച്ചടിച്ചിറക്കുന്നത് ആരാണ്? കോയിൻസ് ഇൻ ഇന്ത്യ ആർ ഇഷ്യൂഡ് ബൈ. അതായത് ഇത് നമ്മൾ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ക്ലാസ്സുകളിൽ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ കോയിൻസ് അച്ചടിക്കുന്നതും അതേപോലെ തന്നെ കറൻസികൾ അച്ചടിക്കുന്നതൊക്കെ വ്യത്യസ്ത ആളുകളാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നാണയങ്ങൾ അച്ചടിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. അപ്പൊ എന്തായാലും നമുക്കറിയാം നീതി ആയോഗ് അല്ല അല്ലെ, നമുക്ക് നീതി ആയോഗ് അല്ല എന്ന് നമുക്ക് അറിയാം. അതേപോലെ തന്നെ SBIക്ക് അതിന്റെ യാതൊരുവിധ കാര്യങ്ങളും ഇല്ല, പ്രിന്റിങ്ങിനുള്ള പരിപാടികളൊന്നും SBIക്ക് ഇല്ല. പിന്നുള്ളത് RBIയും അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഫിനാൻസും ആണുള്ളത്. അപ്പൊ നമുക്കറിയാം കറൻസികളൊക്കെ പ്രിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ RBI ആയിരിക്കും. അപ്പൊ പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോയിൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? നമുക്ക് ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോ ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് കോയിൻസും അതുപോലെ തന്നെ 1 രൂപ കറൻസിയും പ്രിന്റ് ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിരിക്കും. ബാക്കിയുള്ള കറൻസികൾ മൊത്തം പ്രിന്റ് ചെയ്യുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അവർക്ക് മാത്രമേ പ്രിന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കറൻസികൾ പ്രിന്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യമാണ്, മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന സ്ഥലം ഏതാണ് എന്നുള്ളത്. അപ്പോ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മഞ്ചേരിയാണോ, ഒറ്റപ്പാലമാണോ, പയ്യന്നൂരാണോ, മട്ടന്നൂരാണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേളപ്പനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നല്ല രീതിയിൽ നടത്തിയിരുന്ന ഒരു സ്ഥലമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത്. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് നമ്മുടെ കേളപ്പനായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? Which one is not included in the permanent land revenue system? നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? നോട്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബന്ധമില്ലാത്ത എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ, ജമീന്ദാർമാരാണ് നികുതി പിരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം അല്ലെ. ജമീന്ദാർമാരാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ പിരിച്ചിട്ടുണ്ടായിരുന്നത്. കർഷകര് ഉൽപാദനത്തിന്റെ 60% നികുതിയായി നൽകണം. അതും ഏകദേശം കറക്റ്റ് ആണ് അല്ലെ. അവർ എത്ര ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അതിൽ മേജർ പോർഷനും ടാക്സ് ആയിട്ട് അവർ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അടുത്തത്, നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ കർശനമായും നികുതി പണമായിട്ട് നൽകണം. അതും ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം.
ഇനി ഓപ്ഷൻ ഡി, ഉൽപാദനം കുറവുള്ള സമയത്ത് നികുതി നൽകേണ്ടതില്ലായിരുന്നു. അങ്ങനെയായിരുന്നോ? ഉൽപാദനം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു? അവര് നികുതി നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ടാക്സ് വാസ് നോട്ട് ബി പെയ്ഡ് അറ്റ് ദി ടൈം ഓഫ് പുവർ yield. അപ്പോ ഓപ്ഷൻ ഡി ആണ്. അത് മാത്രമാണ് തെറ്റ് അല്ലെങ്കിൽ ബന്ധമില്ലാത്ത ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. ബാക്കി മൂന്നും എന്താണ്? വളരെ കറക്റ്റ് ആണ്. അപ്പോ ഈ ഭാഗത്ത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ 1793 കോൺവാലിസ് പ്രഭു എന്ത് ചെയ്തിട്ടുള്ളത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത്, അഥവാ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബംഗാള്, ബീഹാർ, ഒറീസ. അപ്പോ ഇത് സ്ഥിരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ്. ചിലപ്പോൾ കോൺവാലിസ് പ്രഭു നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റ് ആണ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ അതിന്റെ വർഷം ചോദിക്കാം, അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് നടപ്പാക്കിയ സ്ഥലങ്ങൾ എവിടെയാണ് എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ 1820 നമ്മുടെ തോമസ് മൺട്രോ കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മുടെ മദ്രാസ്, ബോംബെ, നമ്മുടെ അസം എന്നിവിടങ്ങളിലൊക്കെ നമ്മുടെ റയറ്റ് വാരി സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹമാണ്. അതിവിടെ ആഡ് ചെയ്യാൻ ഞാനൊന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. റയറ്റ് വാരി സിസ്റ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി 1822 ഹോൾട്ട് മെക്കൻസി ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശിന്റെ ചില ഭാഗങ്ങള്, വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലൊക്കെ മഹൽവാരി സിസ്റ്റം കൊണ്ടുവന്നത് ഹോൾട്ട് മെക്കൻസി ആണ്. അപ്പൊ ഇതുമായിട്ടൊക്കെ ഇത് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നൊക്കെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ പ്രാദേശികവാദമേത് എന്നാണ് ചോദ്യം. അതായത് ലോക്കൽ വിൻഡ് ഏതാന്നാണ് ചോദ്യം. ട്രേഡ് വിൻഡ് ആണോ, വെസ്റ്റേർലീസ് ആണോ, പോളാർ വിൻഡ് ആണോ, ചിനൂക്ക്? നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് പ്രാദേശികവാദമാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു വാദമാണ്. വാദം എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അപ്പൊ ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് എന്ത്? നമുക്ക് നമ്മുടെ രാജസ്ഥാൻ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ചിനൂക്ക് എന്ന് പറയുന്നത് ഒരു പ്രാദേശിക വാദമാണ്. ചിനൂക്ക് മാത്രമല്ല, പ്രാദേശികവാദങ്ങളിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൊൻ, ഹർമാറ്റൻ, ലൂ, ചിനൂക്ക് ഇതൊക്കെ ഏതാണ്? നമ്മുടെ ലോക്കൽ വിൻഡിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ചിലപ്പോൾ ചിനൂക്ക് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ലൂ ഉണ്ട്, ചിനൂക്ക് ഉണ്ട്, ഹർമാറ്റൻ ഉണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫൊൻ, അതും കൂടെ ഉണ്ട് നമ്മുടെ ലോക്കൽ വിൻഡിൽ, അല്ലെങ്കിൽ പ്രാദേശികവാദം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 എണ്ണാണുള്ളത്. നമ്മള് നമ്മുടെ കാലാവസ്ഥ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതാണ്, തിരശ്ചീനമായി കാറ്റിലൂടെ താപവ്യാപനത്തെ എന്ത് വിളിക്കുന്നു? ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ് ഈസ് ടേംഡ് ആസ്. അതായത് കണ്ടക്ഷൻ ആണോ, കൺവെക്ഷൻ ആണോ, റേഡിയേഷൻ ആണോ, അഡ്വെക്ഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് പറഞ്ഞ സമയത്ത് കാലാവസ്ഥന്റെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറ്റ് ബഡ്ജറ്റിന്റെ കേസിൽ അതായത് ഭൂമിയിൽ ചൂട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യും? ഇത് താപം വ്യാപിപ്പിക്കും, മറ്റുള്ളവരിലേക്ക് താപം വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതിന് 4 രീതികളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ അതിൽ ഒരു രീതിയാണ് എന്ത്? ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതില് ഓപ്ഷൻസ് വരുന്നത്, നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അഡ്വെക്ഷൻ ആണ്. അപ്പൊ അതൊന്നും നമുക്ക് പറയാം. മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 4 മെത്തേഡ് ആണുള്ളത്. താപചാലനം, അതായത് കണ്ടക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള ഒരു അന്തരീക്ഷത്തിന്റെ ഭാഗം ഉണ്ടാവുമല്ലോ, അതായത് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ താപം, ചൂട് കുറച്ചങ്ങോട്ട് വ്യാപിപ്പിക്കുന്നതിനെയാണ് താപചാലനം എന്ന് പറയുന്നത്. സംവഹനം എന്ന് പറയുന്ന സമയത്തോ ഭൂമിയോട് അടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കും. നമ്മുടെ കണ്ടക്ഷൻ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ കൺവെക്ഷൻ കുറച്ചും കൂടെ ഉയർന്ന ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അഭിവഹനമാണ് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിപ്പിക്കുന്നത്. അതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അഡ്വെക്ഷന്. പിന്നെ റേഡിയേഷൻ ആണ് ഒരു മെത്തേഡ്, വികിരണം എന്ന് പറയുന്നത്. അതായത് ഭൗമോപരിതലം ചൂട് പിടിക്കുന്നതോടെ ദീർഘ തരംഗങ്ങളായിട്ട് ഭൗമോപരിതലത്തിൽ നിന്നും ഊർജം പുറന്തള്ളുന്നു. അതായത് നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ ചെറിയ
ചെറിയ തരംഗങ്ങളായിട്ടാണ്, ഷോർട്ട് വേവ്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ടാവുക. ഇത് ദീർഘ തരംഗങ്ങളായിട്ട് ഭൗമോപരിതലത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന പ്രോസസ്സാണ് എന്ത്, റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഹൊറിസോണ്ടൽ ആയിട്ട് തിരശ്ചീന രീതിയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പേര് എന്നാ ചോദിച്ചിട്ടുള്ളത്, അതെന്താണ്, അഡ്വെക്ഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇനി അടുത്തതാണ്, ഇന്ത്യയിൽ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏത് എന്നാണ് ചോദ്യം. അഹമ്മദാബാദ് ആണോ, മുംബൈ ആണോ, കോയമ്പത്തൂർ ആണോ, ബാംഗ്ലൂർ ആണോ? ഇത് നാലും ഇന്ത്യയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സെന്റേഴ്സ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ആൻസർ സിമ്പിൾ ആണ്, നമ്മുടെ മുംബൈ, നമ്മുടെ ബോംബെ ആണ് എന്ത്, നമ്മുടെ ഇതിന്റെ ആൻസർ. കോട്ടണോപോളിസ് എന്ന് പറയുന്ന സമയത്ത് മുംബൈ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഏത് ദിവസമാണ് ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത്? ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ദിവസം സ്ഥിരമായിട്ട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. ഓപ്ഷൻ എ April 22, ഓപ്ഷൻ ബി June 5, ഓപ്ഷൻ സി December 5, ഓപ്ഷൻ ഡി September 16. അപ്പോ എർത്ത് ഡേ അല്ലെങ്കിൽ ഭൗമദിനം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ എ ആണ് കേട്ടോ. നമ്മുടെ ഓപ്ഷൻ എ ആണ്, April 22 ആണ്. സെപ്റ്റംബർ 16 എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസോൺ ഇല്ലേ, ഓസോണെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെപ്റ്റംബർ 16 കേട്ടോ. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ, ഏതെങ്കിലും ഒരു ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യം, 2015 പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്നത്, പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ഇൻ 2015 ബൈ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മള് പ്ലാനിംഗ് കമ്മീഷൻ 1950 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും 2014 വരെ അത് നിലനിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 2015 എന്ത് ചെയ്തിട്ടുണ്ട്, അത് റീപ്ലേസ് ചെയ്ത് പുതിയൊരാൾ നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഏതായിരിക്കും, ഏതാണ്? യെസ്, ഓപ്ഷൻ എ ആണ്, നമ്മുടെ നീതി ആയോഗ് ആണ്. 2015 ജനുവരി 1 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് അതോറിറ്റിയും ഫിനാൻസ് കമ്മിറ്റിയും എക്സ്പെൻഡിച്ചർ കമ്മിറ്റി ഒന്നല്ല, അതൊന്നും നമുക്ക് അത്ര ആവശ്യം, നമ്മൾ കൂടുതലായിട്ട് പറയാത്തൊരു കാര്യമാണ്. നീതി ആയോഗാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് നീതി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് 2015 പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. അടുത്തതാണ്, ചരിത്ര സംഭവവുമായി നേരിട്ട് ബന്ധമുള്ള ഉറവിടം. എ സോഴ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ഹിസ്റ്റോറിക്കൽ ഈവന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ അതായത് ഏതെങ്കിലും ഒരു ചരിത്ര സംഭവവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത്, അതായത് ഫസ്റ്റ് തന്നെ ഏറ്റവും അതെന്തായിരിക്കും, ഫസ്റ്റ് തന്നെ ഉള്ള ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ എ ആണ്, അതായത് നമ്മുടെ പ്രാഥമിക ഉറവിടം. അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചരിത്ര സംഭവമായിട്ട് ഒരാൾക്ക് നേരിട്ട് ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധമുള്ള ഒരു ഉറവിടത്തെ നമ്മൾ പറയുന്നതാണത് പ്രാഥമിക ഉറവിടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഇത് നമുക്ക് പല രീതിയിൽ ചോദിക്കുന്നത് കാണാറുണ്ട്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ നോൺ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ലോക്സഭയുണ്ട്, സുപ്രീം കോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ ലെജിസ്ലേച്ചർ. ഓക്കെ, അപ്പോ നമ്മുടെ ആൻസർ ഏതായിരിക്കും? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് ആരായിരിക്കും? സുപ്രീം കോർട്ടാണോ, എക്സിക്യൂട്ടീവ് ആണോ, ആരായിരിക്കും? നമ്മുടെ മൗലികാവകാശങ്ങൾ ഉണ്ടല്ലോ 6 എണ്ണം നമ്മൾ പറയുന്നത്, ആരാണ്? സുപ്രീം കോർട്ടാണ് അല്ലെ, സുപ്രീം കോർട്ടാണ്. കാരണം നമ്മൾ 6ാമത്തെ ഒരു മൗലികാവകാശം പറയുന്നില്ലേ, നമുക്ക് ബാക്കി 5 എണ്ണം നഷ്ടപ്പെട്ടാൽ നമുക്ക് എങ്ങോട്ട് പോവാം? നമുക്ക് കോടതിയിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഇതിനൊരു റെമഡി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവകാശം നമുക്കുണ്ട് അല്ലെ. നഷ്ടപ്പെട്ടാൽ നമുക്ക് കോർട്ടിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അതാണ് നമ്മുടെ അവസാനത്തെ 6ാമത്തെ അവകാശമായിട്ട് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ട കോടതിയിലാ പോകുന്നത്. അപ്പൊ നമ്മുടെ മൗലികാവകാശത്തിന്റെ സംരക്ഷകൻ എപ്പോഴും ആരായിരിക്കും? നമ്മുടെ സുപ്രീം കോർട്ട് ആയിരിക്കും. ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാരാണ്, നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതൊക്കെ അല്ലെ. അപ്പോ ഇതാണ് സംരക്ഷകൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുപ്രീം കോർട്ടാണ്.
ഇനി ഇവിടുന്ന് ചിലപ്പം സ്ഥിരമായിട്ട് നമുക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നമുക്ക് അറിയുന്നതാണ്. ഭൂവിനിയോഗത്തിന് കൊടുക്കുന്ന പ്രതിഫലം ഏതാണ് എന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രധാനമായിട്ടും 4 നമുക്ക് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. ഇങ്ങനെ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അതായത് ഈ 4 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിനൊക്കെ എന്തുണ്ട്? ഫാക്ടർ പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രതിഫലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേജ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, റെന്റ് ഉണ്ട്. അപ്പോ ലാൻഡിന് കൊടുക്കുന്നത് ഏതാണ്? ലാൻഡിന് കൊടുക്കുന്നതാണ്, ലാൻഡാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലാൻഡിന് എന്തായിരിക്കും? വേതനമായിരിക്കോ, ലാഭമായിരിക്കോ, പലിശയായിരിക്കോ, പാട്ടമായിരിക്കോ? നമ്മള് എപ്പോഴും ഭൂവിനിയോഗത്തിന് കൊടുക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? പാട്ടമായിരിക്കും. ലാൻഡിന് റെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ഥലത്തിന് പാട്ടമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ലേബർക്കാണെന്നുണ്ടെങ്കിലോ വേജ് ആയിരിക്കും. ലേബർക്കാണെന്നുണ്ടെങ്കിൽ വേതനമായിരിക്കും കൊടുക്കുന്നത്. ഇനി പ്രോഫിറ്റും ഉണ്ട്, ഇൻട്രസ്റ്റും ഉണ്ട്. ഇനി ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനമാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആയിരിക്കും, പലിശയായിരിക്കും കേട്ടോ. ഇനി പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഴ്സ്, സംരംഭകര് എന്നൊക്കെ പറയില്ലേ, അവർക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത് 4 നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചോദിക്കാം. ലാൻഡിന് അല്ലെങ്കിൽ സ്ഥലത്തിന് എന്താണ്? ഭൂമിക്ക് റെന്റ്, പാട്ടം കിട്ടുന്നു. അതേപോലെ തന്നെ ലേബർക്ക് അല്ലെങ്കിൽ തൊഴിലാളിക്ക് വേതനം, വേജ് കിട്ടുന്നു. പിന്നെ അതേപോലെ തന്നെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനത്തിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കിട്ടുന്നു. അവസാനത്തതാണ് ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഴ്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സംരംഭകര് എന്ന് പറയും. ഇവർക്ക് കിട്ടുന്നത് എന്താണ്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എക്കണോമിക്സിൽ ബേസിക് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു ചോദ്യമാണ്, ഭൂമിയിലെ ഒരു ദിവസം എന്നത്. ഭൂമിയിലെ ഒരു ദിവസം എന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം. ഓപ്ഷൻ ബി, ഭൂമിക്ക് സൂര്യനു ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം. ചന്ദ്രന്, ഓപ്ഷൻ സി, ചന്ദ്രന് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം. ഓപ്ഷൻ ഡി, ചന്ദ്രന് ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം. എന്താണ് ഒരു ദിവസം? അതായത് നമ്മളൊരു 24 hours എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, എന്താണെന്നാണ് ചോദ്യം. ഏതായിരിക്കും ഇതിലെ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അതായത് ഭൂമിയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള ബന്ധമാണ് എന്ന് നമുക്കറിയാം. അപ്പോ സിയും ഡിയും അല്ല എന്ന് നമുക്ക് അറിയാം അല്ലെ. സിയും ഡിയും അല്ല. ഇനി ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണ് നമുക്കുള്ളത്. ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയവും ഭൂമിക്ക് സൂര്യന് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയവും. അതായത് ഭ്രമണവും പരിക്രമണവും എന്നുള്ള 2 വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. പരിക്രമണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിക്ക് സൂര്യന് ചുറ്റും മൊത്തത്തിൽ കറങ്ങി വരാൻ വേണ്ട സമയമാണ്. അത് 1 വർഷമാണ്. 365 ദിവസം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ നമ്മുടെ എർത്ത് ചെയ്യുന്നത്. പക്ഷേ ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ട് ഉണ്ടല്ലോ, ഇറ്റ്സ് ഓൺ ആക്സിസ് ഉണ്ട്. ആ ഒരു ആക്സിസിൽ ഭ്രമണം, അതായത് അതിനിങ്ങനെ സ്വയം കറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെടുക്കുന്ന സമയമാണ്, ഭ്രമണം നടത്താൻ പറ്റുന്നതാണ്. അതാണ് നമ്മുടെ 24 hours എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയമാണ് നമ്മുടെ ഭൂമിയിലെ ഒരു ദിവസം അഥവാ 24 മണിക്കൂർ എന്ന് പറയുന്നത്. ഇനി റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എത്രയാണ്? 365 ദിവസമാണ് അതിനാവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതാണ്, മനുഷ്യ വികസന സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഹൂ റിലീസസ് ദി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ട്. നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആരാണ് ഇതെന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നുള്ളത്? നമ്മൾ പറഞ്ഞ വേൾഡ് ബാങ്ക് ആണോ, അല്ലെങ്കിൽ വേൾഡ് എക്കണോമിക് ഫോറം ആണോ, യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണോ, അല്ലെങ്കിൽ UNCTAD ആണോ എന്നുള്ളത് നമുക്കറിയാം. ഏതാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എപ്പോഴും പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഓപ്ഷൻ സി ആണ്. യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ആണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഇത് പുറത്തുവിടുന്നത്. ഓക്കെ. അടുത്തൊരു ചോദ്യമാണ്,
ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി ഏതാണ്? ഓൾഡസ്റ്റ് ഫിസിയോഗ്രഫിക് യൂണിറ്റ്, അതായത് നമുക്കറിയാം ഇന്ത്യയെ നമ്മൾ വ്യത്യസ്ത ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹിമാലയൻ മൗണ്ടെയിന് തൊട്ട് താഴെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ നോർത്തേൺ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതല പ്രദേശമുണ്ട്. അതിനും താഴെയായിട്ട് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശമുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് വെസ്റ്റ് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് നമ്മുടെ ഡെസേർട്ട് മരുഭൂമി പ്രദേശത്തെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇന്ത്യന്റെ നമ്മുടെ അറബിക്കടലിന്റെയും അതേപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിന്റെയും ഭാഗത്തോട് ചേർന്ന് നമുക്ക് തീരസമതലങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്തും കൂടെ ഉണ്ട്, ദ്വീപുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗമാണ് അല്ലെങ്കിൽ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൽ ഏറ്റവും പഴക്കമേറിയതാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ആണോ, അല്ലെങ്കിൽ അതായത് ഹിമാലയൻ റീജിയൻ ആണോ, തീരസമതലം കോസ്റ്റൽ പ്ലെയിൻ ആണോ, സിന്ധു ഗംഗാ സമതലം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നോർത്തേൺ പ്ലെയിൻ ഉണ്ടല്ലോ, ഉത്തരേന്ത്യൻ സമതല പ്രദേശമാണോ, ഉപദ്വീപീയ പീഠഭൂമി പെനിൻസുലർ പ്ലാറ്റ്യൂ ആണോ? ശരി, ഏറ്റവും പഴയതായിട്ടുള്ളത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നമ്മുടെ പെനിൻസുലർ പ്ലാറ്റ്യൂ ആണ്, അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയാണ് ഏറ്റവും പഴക്കമേറിയത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ ഏറ്റവും പഴയത് അതാണ്. അവിടെയാണ് പെനിൻസുലർ പ്ലാറ്റ്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടായിട്ട് തരംതിരിക്കാം, ഡെക്കാൻ പ്ലാറ്റ്യൂ ആയിട്ടും ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആയിട്ടും നമുക്ക് തരംതിരിക്കാം. ഡെക്കാൻ പ്ലാറ്റ്യൂലാണ് കറുത്ത മണ്ണുള്ളത്, പരുത്തി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നത്. ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ് നമ്മുടെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്, സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് എന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ്, ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി കാണുന്ന നൈസർഗിക സസ്യജാലം. The natural vegetation type commonly found along the coastal tract of India. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണോ, ഡെസിഡ്വസ് ഫോറസ്റ്റ് ആണോ, കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ മാംഗ്രോവ്സ് ആണോ, മുൾക്കാടുകളാണോ എന്നുള്ളത്. അതായത് തീരപ്രദേശത്താണ്, കടലിനോട് ചേർന്ന് കിടക്കുന്ന നമുക്ക് രണ്ട് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഉണ്ട്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അവിടെ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു നാച്ചുറൽ വെജിറ്റേഷൻ, നൈസർഗിക സസ്യജാലം ഏതാണെന്ന്. ഒരിക്കലും നിത്യഹരിത വനമല്ല കാണുന്നത് അല്ലേ. എവർഗ്രീൻ ഫോറസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ മുൾക്കാടുകളും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. പിന്നുള്ളത് നമുക്ക് ഡെസിഡിയസ് ഫോറസ്റ്റും മാംഗ്രോവ്സും. അപ്പോൾ ഇലപൊഴിയും കാടുകൾ നമുക്കുണ്ട്, മാംഗ്രോവ്സും ഉണ്ട്, കണ്ടൽ കാടുകൾ. പക്ഷേ നമ്മളിവിടെ തീരപ്രദേശമായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതായിരിക്കും, മാംഗ്രോവ്സ് അല്ലെങ്കിൽ കണ്ടൽ കാടുകളാണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടൽ കാടുള്ള ഭാഗമാണ് സുന്ദർബാൻസ് ഡെൽറ്റ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കണ്ടൽ കാടുകളുണ്ട്. നമുക്ക് തൊട്ടടുത്ത് തന്നെ കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കണ്ടൽ കാടുകളുണ്ട്. ഇത് നമുക്ക് തീരപ്രദേശത്താണ് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തൊരു ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് ലാറ്ററൈറ്റ് മണ്ണാണോ, പർവ്വത മണ്ണാണോ, എക്കൽ മണ്ണാണോ, കറുത്ത മണ്ണാണോ, ഇതിലേതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്? ഏതാണ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. നമ്മുടെ ലാറ്ററൈറ്റ് സോയിൽ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തൊരു ചോദ്യമാണ്, കുറിഞ്ചി തിണയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത കണ്ടെത്തുക. അതായത് നമുക്ക് പ്രധാനമായിട്ടും 5 തിണകളുണ്ട് അല്ലെ. ഏതൊക്കെയാണ്, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. കുറിഞ്ചിയുണ്ട്, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ. ഈ 5 തിണകളാണ് നമുക്കുള്ളത്. അപ്പൊ ഇവർ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്, അല്ലെങ്കിൽ അവരുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുള്ള ഭാഗത്താണ് ഈ തിണകളെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ കുറിഞ്ചി എന്ന് പറയുന്ന സമയത്ത് മല, അതായത് വനമേഖലയോട് ചേർന്നിട്ടുള്ള മലകളും കാടുകളിലൊക്കെയാണ് ഇവരെ കാണാൻ പറ്റുന്നത്. പാലൈ എന്ന് പറഞ്ഞാല് മരുഭൂമിയാണ്, അതായത് എന്താ പറയാ, ജലദൗർബല്യമുള്ള സ്ഥലങ്ങളിൽ കാണുന്നതാണ്. മുല്ലൈ എന്ന് പറയുമ്പോൾ ഒരു ഇടനാടാണ്, അതായത് ചെറിയ കുന്നുകളും കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. മരുതം എന്ന് പറഞ്ഞാൽ സമതലം, അതായത് പുഴകളും വയലുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കൃഷിഭൂമി പ്രദേശമാണ്. നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരം, അതായത് തീരപ്രദേശമാണ്, കടലും കടൽ തീരവും ഒക്കെ ഉള്ള ഭാഗമാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കുറിഞ്ചി തിണയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്. കുന്നിൻ പ്രദേശത്താണ്, മലകളുടെ ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറിഞ്ചി തിണ എന്ന് പറയുന്ന സമയത്ത്. കണ്ടോ, മലയാണ്. അപ്പോ കുറിഞ്ചി തിണ നമ്മുടെ കുന്നിൻ പ്രദേശത്താണ്. സമുദ്ര തീരപ്രദേശത്ത് നമുക്ക് നെയ്തലിനെയാണ് കാണാൻ പറ്റുക. ഡ്രൈ ലാൻഡിൽ നമുക്ക് ഏതാണ്, പാലൈ
കാണാൻ പറ്റും. അതേപോലെ തന്നെ റിവർ അല്ലെങ്കിൽ പുഴകളുള്ള സ്ഥലങ്ങളിൽ നമുക്ക് മരുതം എന്ന് പറയുന്ന തിണയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തതാണ് സിഗൂറത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്. സിഗൂറത്ത് is related with ഈജിപ്ത്, ഹാരപ്പ, മോഹൻജദാരോ, മെസപ്പൊട്ടോമിയ. ഏതാണ്? നമ്മള് മോഹൻജദാരോനെ കുറിച്ചൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഈ ഒരു സിഗൂറത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്തതാണ് ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണെന്നാണ് ചോദ്യം. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദി ഡോക്ട്രിൻ ഓഫ് ലാപ്സ്? അതായത് ദത്താവകാശം ഉണ്ടായിരുന്നു പണ്ട്, മക്കളില്ലാത്ത രാജാക്കന്മാർക്ക് ദത്തെടുക്കാൻ പറ്റിയിരുന്നു. അപ്പൊ ആ ഒരു ഇത് നിർത്തലാക്കിയിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം. ലോർഡ് കോൺവാലിസ്, ലോർഡ് ഡെൽഹൌസി, ലോർഡ് കേഴ്സൺ, ലോർഡ് ലിട്ടൺ. ഇവരൊക്കെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ച് ചോദിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ആരാണ് നമുക്ക് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഡെൽഹൌസി പ്രഭു ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ മറ്റാളുകൾ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ലോർഡ് കോൺവാലിസ്, അതായത് സ്ഥിര നികുതി സമ്പ്രദായം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പെർമനന്റ് സെറ്റിൽമെന്റ്, അത് കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹമാണ്. ഇനി ഡെൽഹൌസിയാണ് നമ്മുടെ ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. കേഴ്സൺ പ്രഭു ആണ് 1905 ബംഗാളിനെ വിഭജിച്ചത്. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. ലിട്ടൺ പ്രഭു കൊണ്ടുവന്നിട്ടുള്ളതാണ് വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഭാഷയിൽ പത്രങ്ങൾ ഇറക്കാൻ പറ്റില്ലായിരുന്നു. അത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വെർനാക്കുലർ പ്രസ് ആക്ട് പ്രകാരമാണ്. ലിട്ടൺ പ്രഭു ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്, കാരണം പ്രഭുക്കന്മാരാണല്ലോ, നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മുടെ കുറെ എന്താ പറയാ സ്പിന്നിങ് ജെന്നി, ഫ്ലൈയിങ് ഷട്ടിൽ, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന മിനിമം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയുടെ പേര്. നെയിം ദ സിറ്റുവേഷൻ വേർ പീപ്പിൾ ആർ അൺഏബിൾ ടു മീറ്റ് ദെയർ ബേസിക് മിനിമം നീഡ്സ്. മിനിമം നീഡ്സ് പോലും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയെ പറയുന്ന പേര് എന്താണ്? വായിച്ചാൽ തന്നെ അറിയാം. ഇൻഫ്ലേഷൻ, ഗ്രോത്ത്, ഡെവലപ്മെന്റ്, പോവർട്ടി. ഏതായിരിക്കും? എന്തായാലും നമുക്കറിയാം. സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ദാരിദ്ര്യം അല്ലെങ്കിൽ പോവർട്ടി എന്ന് പറയുന്നത്. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എക്കോണമിയിലെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ വില ഇങ്ങനെ കുതിച്ചുയരുന്നതിനെയാണ് നമ്മൾ പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വളർച്ചയെ കാണിക്കുന്നതാണ്. വികസനവും ആ വളർച്ച പോലെ തന്നെ നമുക്ക് വികസനം കാണാൻ പറ്റുന്നത്. ദാരിദ്ര്യമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അതായത് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ പോവർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഇത് ഏത് വർഷം നടന്നിട്ടുള്ളതാണ് എന്നാണ് ചോദ്യം. 1920, 1921, 22, 24. ഇതിലേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ചൗരി ചൗര ഇൻസിഡന്റ് നടക്കുന്നത് ഏകദേശം 1922 ചൗരി ചൗര ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇവര് ചൗരി ചൗരയിലുള്ള പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഏകദേശം 22ഓളം ആളുകൾ, പോലീസുകാർ മരണപ്പെടുകയും ഗാന്ധിജി ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡന്റ്, ഈ ഒരു ചൗരി ചൗര ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നടന്നിട്ടുള്ളത് ഏകദേശം 1922 കേട്ടോ. അപ്പൊ അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യം, അക്ബർനാമ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ പേര് എഴുതുക. ചെയ്തല്ല സംഭവം നമ്മൾ ഇതിൽ കണ്ടെത്താണ് വേണ്ടത്. അക്ബർ, നൂർജഹാൻ, ജഹാംഗീർ, അബുൽ ഫസൽ. ആരാണ്? സിമ്പിൾ ആണ്. ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ അബുൽ ഫസൽ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ ഒരു അക്ബർനാമ എഴുതിയിട്ടുള്ളത്. ഓക്കെ. അടുത്തത്, മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന അഞ്ചുവണ്ണം എന്തായിരുന്നു? വാട്ട് ഡസ് അഞ്ചുവണ്ണം എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ ഇന്ത്യ? അതായത് കച്ചവടക്കാരുടെ സംഘമാണോ, അല്ലെങ്കിൽ നികുതിയാണോ, 5 വിളകളാണോ? അഞ്ചുവണ്ണം എന്ന് പറയുമ്പോൾ 5 വിളകളാണോ, ഫലഭൂഷ്ടമായ ഭൂമിയെയാണോ ഈ അഞ്ചുവണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? സിമ്പിൾ ആണ്. നമുക്ക് തിണകളുടെ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്ന പേരാണ് അഞ്ചുവണ്ണം എന്നുള്ളത്. കച്ചവടക്കാരുടെ സംഘത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഞ്ചുവണ്ണം എന്ന് പറയുന്നത്. ഓക്കെ.
അടുത്തത് ന്യൂമിസ്മാറ്റിക്സ് എന്നത് മാപ്പുകളുടെ പഠനം, ഭാഷകളുടെ പഠനം, നാണയങ്ങളുടെ പഠനം, അതേപോലെ തന്നെ സ്റ്റാമ്പുകളുടെ പഠനം. ഇതിലേതായിരിക്കും? നമുക്ക് ന്യൂമിസ്മാറ്റിക്സ് ആണ്. ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ സി ആണ് കേട്ടോ. നാണയങ്ങളുടെ പഠനത്തെ പറയുന്ന പേരാണ് എന്ത്? ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ളത്. അപ്പൊ ഇതേപോലെ ചോദിക്കുന്നതാണ് നമ്മുടെ മാപ്പുകളുടെ അല്ലെങ്കിൽ മാപ്പുകളുടെ പഠനത്തെ കാണിക്കുന്നതാണ് കാർട്ടോഗ്രഫി എന്നുള്ളത്. അതേപോലെ ലാംഗ്വേജിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാഷകളെ കുറിച്ച് പഠിക്കുന്നതിനെ നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയും. അതേപോലെ തന്നെ സ്റ്റാമ്പിനെ കുറിച്ച് പഠിക്കുന്നതാണെങ്കിൽ ഫിലാറ്റലി എന്നാണ് പറയുക. അപ്പൊ ഇതില് ഇതേപോലുള്ള ഓരോ പഠനത്തെ കുറിച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇപ്പോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എന്താണ്? നോട്ടാ ചോദിച്ചിട്ടുള്ളത് അല്ലെ? ചുമതലയിൽ പെടാത്തതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, വോട്ടർ പട്ടിക തയ്യാറാക്കുക. രണ്ടാമത്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക. മൂന്നാമത്തത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുക. അതേപോലെ തന്നെ നാലാമത്തതാണ് എന്ത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക. അപ്പോ ഇത് നമ്മള് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയെ കുറിച്ച് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം, വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനാ. ഓരോ വർഷവും അല്ലെങ്കിൽ ഇലക്ഷന്റെ സമയത്ത് അതിൽ പുതിയ ആൾക്കാരെ ചേർക്കുകയും പഴയ ആൾക്കാരെ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരെ അതിൽ നിന്ന് ഒഴിവാക്കുകയുമാണ്. അപ്പൊ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതേപോലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക. ആ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാവും. ഓരോ സ്ഥാനാർത്ഥികളും പാർട്ടികളൊക്കെ കൊണ്ട് നടക്കേണ്ടതായിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടം. അത് ആരായിരിക്കും? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും തീരുമാനിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുകയും അവർക്ക് വേണ്ട എന്താ പറയാ ചിഹ്നങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരുന്നതല്ല. അവര് ജനറൽ ഇലക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. അടുത്തൊരു ചോദ്യം, അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ദ ഐഡിയ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ വാസ് പ്രൊപൗണ്ടഡ് ബൈ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, അതേപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ. ഇതിൽ ആരാണെന്നാണ്. അതായത് ബേസിക് എഡ്യൂക്കേഷൻ നമുക്കറിയാം. നമ്മള് അടിസ്ഥാന വിദ്യാഭ്യാസം നമ്മള് BEdന്റെ കുറെ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ടുള്ള ആളാരാണ്? ഓപ്ഷൻ സി ആണ്, മഹാത്മാ ഗാന്ധിയാണ്. നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഏകജാതീയ ഗ്രൂപ്പുകളാക്കുന്നത് അനുയോജ്യമായത്. അതായത് ഒരേ ഹോമോജനസ് ഗ്രൂപ്പിംഗ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് തരം കുട്ടികളിലാണ്? കാരണം നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിൽ കുറെ കുട്ടികൾ ഉണ്ടാവും, വ്യത്യസ്ത തരം കുട്ടികൾ ഉണ്ടാവും എന്നൊക്കെ അറിയാം. പക്ഷെ അവിടെ നമുക്ക് ഒരു ഹോമോജനസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ബാക്ക്വേർഡ് ലേണേഴ്സിന് മാത്രമായിട്ട് നമുക്ക് ഒരു ഹോമോജനസ് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ആവറേജ് മാത്രവും പറ്റില്ല. ഓൾ ലേണേഴ്സ്, അതായത് ഏറ്റവും ഒരു നന്നായിട്ട് നമുക്ക് ഏകജാതി, അതായത് ഹൈ ബ്രൈറ്റർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവരെ മാത്രം നമുക്ക് എന്താണ് നമുക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ IQ കൂടുതലുള്ള കുട്ടികളെയൊക്കെ നമുക്ക് ബ്രൈറ്റ് ലേണേഴ്സിനെ മാത്രം ഹോമോജനസ് ഗ്രൂപ്പുകളാക്കുന്നത് അനുയോജ്യമായിട്ടുള്ളത്. പിന്നോക്കം മാത്രമുള്ള കുട്ടികളെ ആക്കാൻ പറ്റില്ല, ശരാശരി ആക്കാൻ പറ്റില്ല. അപ്പോ ബ്രൈറ്റേഴ്സിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഹോമോജനസ് ഗ്രൂപ്പിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അടുത്തതാണ് അന്വേഷണ ഉദ്ദേശങ്ങൾ പഠിതാവിൽ വളർത്തുന്നത്. ഇൻക്വയറി ഒബ്ജക്റ്റീവ് ആർ ഹെൽപ്ഫുൾ ഫോർ ലേണേഴ്സ് ടു ഡെവലപ്പ്. ഏതാണ്? ഗ്രൂപ്പ് വർക്ക് സ്കില്ലാണോ, മെന്റൽ കോമ്പിറ്റൻസീസ് ആണോ, സോഷ്യൽ സ്കില്ലുകളാണോ, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആണോ? അതായത് അന്വേഷണ ഉദ്ദേശങ്ങളാണ്. അതായത് ഒരു കുട്ടിയിൽ നമ്മൾ ഇൻക്വയറിക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിലൂടെ ഇൻക്വയറി നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അന്വേഷണ ഉദ്ദേശങ്ങളെ പഠിതാവിൽ എന്തായിരിക്കും വളർത്തുന്നുണ്ടാവുക? അത് ഗ്രൂപ്പ് വർക്ക് സ്കില്ലാണോ? ഒരിക്കലും അല്ല, അല്ലേ? ഒരിക്കലുമല്ല. സോഷ്യൽ സ്കില്ല് അല്ല. ഇൻക്വയറി, നമ്മൾ അന്വേഷണത്തിന്റെ ഉദ്ദേശം നമ്മുടെ മൈൻഡിലേക്ക് എത്തിക്കുന്നത്, അത് സോഷ്യൽ സ്കില്ലല്ല ഡെവലപ്പ് ചെയ്യുന്നത്. വാല്യൂസും ആറ്റിറ്റ്യൂഡും അല്ല. എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മാനസിക ശേഷികൾ അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ കോമ്പിറ്റൻസീസ് ആണ് എന്ത് ചെയ്യുന്നത്?